Varsha here. Welcome back to our YouTube channel. Verification എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആണോ? എല്ലാവർക്കും ടെൻഷൻ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കുറേ പേർക്കെങ്കിലും ആ ടെൻഷൻ ഉണ്ട്. വെരിഫിക്കേഷനെ കുറിച്ചുള്ള നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ ഈ കാര്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. NMBA, Cgfns, NNAS, NCLEX പോലെയുള്ള വെരിഫിക്കേഷൻസിനെ കുറിച്ച് കേൾക്കുമ്പോഴേ നമ്മുടെ നഴ്സസിന് ആകെ കൺഫ്യൂഷനാണ്. ഇതൊക്കെ എങ്ങനെ ചെയ്യും? ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് കുറേ വർഷങ്ങളായില്ലേ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് കുറേ നാളായില്ലേ, ഇനി അവിടെയൊക്കെ പോയി എങ്ങനെ വെരിഫിക്കേഷൻ ചെയ്യും എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് നമ്മുടെ നഴ്സസിന് ആകെയുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ന്യൂസിലാൻഡ് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സസ് അറിഞ്ഞിരിക്കേണ്ട Cgfns എന്ന വെരിഫിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണിത്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്. ആദ്യം തന്നെ നമുക്ക് Cgfns എന്താണെന്ന് നോക്കാം. ദ കമ്മീഷൻ ഓൺ ഗ്രാജുവേറ്റ്സ് ഓഫ് ഫോറിൻ നഴ്സിംഗ് സ്കൂൾസ്, ഇതാണ് Cgfnsന്റെ ഫുൾ ഫോം. ന്യൂസിലാൻഡിലേക്ക് നഴ്സിംഗ് പ്രൊഫഷൻസ് പെർസ്യൂ ചെയ്യാനായി മൈഗ്രേറ്റ് ചെയ്യുന്ന എല്ലാ നഴ്സസും Cgfns വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്. 3 സ്ഥലങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യേണ്ടത്: നിങ്ങളുടെ കോളേജ്, നിങ്ങൾ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ, നിങ്ങളുടെ നഴ്സിംഗ് കൗൺസിൽ. കോളേജിൽ നിന്ന് ചെയ്യുന്ന വെരിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫോം എന്നുള്ള പേരുള്ള ഒരു ഫോം ഓൾറെഡി നിങ്ങൾക്ക് Cgfns അയച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഒറിജിനൽ കളർ PDF നിങ്ങൾ പഠിച്ചിരുന്ന കോളേജിൽ സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രിൻസിപ്പലിനെ കൊണ്ട് ഫിൽ ചെയ്യിച്ചെടുക്കണം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചിരുന്ന ടൈമിലെ സിലബസ്, പിന്നെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ക്രിപ്റ്റ്. ഇത്രയും ഡോക്യുമെന്റ്സ്, പ്രിൻസിപ്പലിന്റെ സീൽ, സിഗ്നേച്ചർ, കോളേജ് സീൽ, കൃത്യമായ തീയതി, ഇതെല്ലാം രേഖപ്പെടുത്തി വേണം കളക്ട് ചെയ്യാൻ. നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫോമിലെയും ട്രാൻസ്ക്രിപ്റ്റിലെയും സിലബസിലെയും തീയതി സെയിം ആയിരിക്കണം. കൂടാതെ 140, ചിലപ്പോൾ 150 പേജുള്ള സിലബസിന്റെ ആദ്യത്തെ 3 പേജും അവസാനത്തെ 3 പേജും പ്രിൻസിപ്പൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ചില കോളേജുകളിൽ മെയിൽ ID @gmail.com, @yahoo.com എന്നെൻ്റ് ചെയ്യുന്നതാകാം. അങ്ങനെയുള്ള ഡൊമൈൻ മെയിൽ ID വരുന്ന സിറ്റുവേഷനിൽ ആ മെയിൽ ID കോളേജിന്റെ ഒഫീഷ്യൽ മെയിൽ ID ആണെന്ന് കാണിക്കുന്ന ഡിക്ലറേഷൻ ഫോം കൂടി കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്ത ശേഷം കോളേജിന്റെ ഫ്രം അഡ്രസ് എഴുതി ടു അഡ്രസ് Cgfs എന്ന് എഴുതി കോളേജിന്റെ സീലുള്ള കൊറിയർ കവറിൽ പാക്ക് ചെയ്ത് ആ കോളേജിന്റെ പരിധിയിലുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഡയറക്ട്ലി കൊറിയർ ചെയ്യണം. കൊറിയർ ചെയ്യേണ്ടത് ഫിലാഡൽഫിയയിലേക്കാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഹോസ്പിറ്റൽ വെരിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. നഴ്സിംഗ് പ്രാക്ടീസ് എന്ന പേരുള്ള ഒരു ഫോം നിങ്ങൾ മുൻപ് വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സൂപ്രണ്ടിനെ കൊണ്ട് ഫിൽ ചെയ്യിച്ച് സീലും സിഗ്നേച്ചറും ഹോസ്പിറ്റൽ സീലും എല്ലാം വെച്ച് ഇൻ കേസ് മെയിൽ ഡിക്ലറേഷൻ ആവശ്യമുള്ള മെയിൽ ID ആണ് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതും കൂടി കളക്ട് ചെയ്ത് ഡയറക്ട്ലി കൊറിയർ ചെയ്യുക ടു ഫിലാഡൽഫിയ. ഇവിടെ വേറെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റൽ പരിധിയിലുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൊറിയർ ചെയ്താൽ മാത്രം മതി. ഇനി നഴ്സിംഗ് കൗൺസിൽ വെരിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നഴ്സിംഗ് ലൈസൻസ് ഫോം എന്നുള്ളൊരു ഫോം നിങ്ങളുടെ നഴ്സിംഗ് കൗൺസിലിൽ സബ്മിറ്റ് ചെയ്യണം. അതിനോടൊപ്പം ഓരോ കൗൺസിലും ആവശ്യപ്പെടുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കൊടുക്കണം. ഓരോ കൗൺസിലിനും ഓരോ ഡ്യൂറേഷൻ ആയിരിക്കും. കൗൺസിൽ രജിസ്ട്രാർ ആയിരിക്കും സീൽ, സിഗ്നേച്ചർ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രോസസ് കംപ്ലീറ്റ് ആകുമ്പോൾ കൗൺസിൽ തന്നെ ഡയറക്ട്ലി ഫിലാഡൽഫിയയിലേക്ക് ഈ ഫോം കൊറിയർ ചെയ്യും. അതിന്റെ ട്രാക്കിംഗ് ID കൗൺസിൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് 3 ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും ഒരു നഴ്സ് ചെയ്യേണ്ട വെരിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് ഡയറക്ട്ലി ചെയ്യുക എന്നുള്ളത് ഒരു നഴ്സിന് എപ്പോഴും പോസിബിൾ ആകണമെന്നില്ല. കാരണം നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ടും വർക്ക് ചെയ്തിറങ്ങിയിട്ടും ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാകാം. അവിടെ ആരെയും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവണമെന്ന് പോലുമില്ല. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ എബ്രോഡ് ആയിരിക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ട്രൂവ് ഇന്റർനാഷണൽ പോലെയുള്ള കൺസൾട്ടൻസിയുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത്. ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നുമുള്ള വെരിഫിക്കേഷൻ വളരെ കറക്റ്റായി, ഫാസ്റ്റായി, ആക്യുറേറ്റായി ഞങ്ങളുടെ സ്റ്റാഫ് നിങ്ങൾക്ക് ചെയ്തു തരുന്നു. വെറും ഒരാഴ്ചയിൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കി തരുന്നു. കൗൺസിൽ വെരിഫിക്കേഷനും ഓരോ കൗൺസിലും തരുന്ന ഡ്യൂറേഷനിൽ തന്നെ ക്ലിയർ ആക്കി തരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് അതാത് ഡോക്യുമെന്റുകൾ മാത്രം ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വേറൊരു ടെൻഷനും നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങളുടെ കോളേജും ഹോസ്പിറ്റലും കൗൺസിലും ഒക്കെ ഡയറക്ട്ലി വിസിറ്റ് ചെയ്തുകൊണ്ട് വളരെ എഫിഷ്യന്റ് ആയ രീതിയിലായിരിക്കും ഞങ്ങളുടെ സ്റ്റാഫ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കി തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് Cgfns അതിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വെരിഫിക്കേഷന് വേണ്ടി വരുന്ന കോളേജ് ഫീസ്, ഹോസ്പിറ്റൽ ഫീസ്, കൊറിയർ ചാർജസ് ഇതെല്ലാം കാൻഡിഡേറ്റ്സ് ഡയറക്ട്ലി കോളേജ് ഹോസ്പിറ്റൽ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്ക് ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്ന സർവീസ് ചാർജ് മാത്രമാണ് വരുന്നത്. ആ ഫീസിൽ കോളേജ് ഫീസോ കൊറിയർ ചാർജസോ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. So until we see again with another informative video, this is Varsha saying bye. Toodles.